വിനയുടെ അപ്പോ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഇനി അടുത്ത വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷ് രവിയുടെ സിനിമയാണ്. അതാണ് ഇപ്പൊ തലശ്ശേരി ഷൂട്ട് കിടക്കുന്നത്. ഓക്കെ. പിന്നെ ഇമ്മീഡിയറ്റ് റിലീസ് ആട്ടമാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പുതുവത്സര ആശംസകൾ. പുതുവത്സരാശംസ. എന്താണ് കഷ്ടപ്പെടുന്നത്? ഹാപ്പി ന്യൂ ഇയർ അണ്ണ. അത് മതിയല്ല, എത്ര പെട്ടെന്നല്ലേ അണ്ണ പോയത്. വന്ദേഭാരതിന്റെ അതല്ലേ 2023. അണ്ണാ ഞാൻ ഒരു കാര്യം പറയണ്ട, എന്റെ വീട്ടിലുണ്ടല്ല വർഷാവർഷം മാറണ ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എനിക്കറിയാം. എന്താ കലണ്ടർ. അതെങ്ങനെ അണ്ണനറിയാം? നിങ്ങളുടെ വീട്ടിലെന്നല്ല, ഏതാണ്ട് എല്ലാ വീട്ടിലും കലണ്ടറാണ് എല്ലാ വർഷവും മാറ്റാറുള്ളത്. പണ്ടായിരുന്നെങ്കിലേ അണ്ണാ ഞാൻ ഇതിനങ്ങ് ചിരിച്ചു തരുമായിരുന്നേ. പക്ഷെ ഇനി അത് പറ്റൂല അണ്ണാ. 2024 വരാൻ പോണത്. അതുകൊണ്ട് ഞാനും എന്റെ സുനി അണ്ണനും അങ്ങ് മാറാൻ തീരുമാനിച്ചണ്ണാ. റെസല്യൂഷൻ, ന്യൂ ഇയർ റെസല്യൂഷൻ. എന്താണെന്നറിയാം, അണ്ണൻ മാറിയണ്ണ. സത്യം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് കിടന്ന് അടിയല്ലേ കൂടണം അണ്ണ. ഇവിടെ വന്നാലും അടി, വീട്ടിൽ വന്നാലും അടി, എപ്പോഴും അടി. പക്ഷെ ഇനി നമ്മൾ അടി കൂടൂലെന്ന് തീരുമാനിച്ച്. അത് മാത്രവുമല്ല, ഈ 1-ാം തീയതി മുതല് സുനിയണ്ണ പണിക്ക് പോകാൻ തീരുമാനിച്ചു. അത്രയും വലിയ മാറ്റം വിശ്വസിക്കാൻ പറ്റില്ല സുനിയുടെ. അണ്ണ എന്തിനറിയാമോ, ഇപ്പൊ രാവിലെ എണീക്കും, പല്ലിയേക്കും, കുളിക്കും, കോവിലൊക്കെ പോവുണ്ടോ. മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമെന്ന്. ഇപ്പൊ 2 മാസം മുമ്പ് നമ്മൾ അവിടുത്തെ കോവിലുണ്ടല്ല ശയന പ്രദർശനം നേർച്ച നേർന്ന്, എന്നിട്ട് അങ്ങനെ ബംഗാളിയെ കൊണ്ടിട്ടാണ് ഉരുട്ടിയത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇന്ന് അവിടെ ശയന പ്രദർശനം നടത്താൻ പോയിരിക്കുന്നു അണ്ണ. മനുജന് ശാശ്വതമേ ഉലകിൽ ഇഹപര സുഹൃതം തീർത്തിടുമാരിൽ ഇതു സംസാര വിമോചനമാകം ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന്. ചന്ദ്രി, നമ്മള് മാറി അണ്ണാ. ഇത് മതി. നിങ്ങൾ ശത്രുസംഹാര പൂജ നടത്തിയ അവിടെ? ശത്രുസംഹാര പൂജ നടത്താൻ വേണ്ടിട്ട് ഞാൻ കൗണ്ടറിൽ ചെന്ന് റേറ്റ് കണ്ടപ്പം ശത്രുവിനെ പറഞ്ഞു ഒത്തീർപ്പാക്കണേ. അല്ലേലത് കണ്ട അതാരെന്ന് മനസ്സിലായ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഹിന്ദിക്കാർക്ക് റെഡ് ഫോർട്ട് എങ്കിൽ മലയാളിയൊക്കെ വിലയി ഫോർട്ട്. അത് നിന്റെ അപ്പൻ രായിച്ചമ്പള കുറുണല്. അത് പോർട്ട്, ഇത് ഫോർട്ട്. അണ്ണാ പിന്നെ അണ്ണന്റെ സബർ ജെല്ല് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തരവളെ ഞാൻ കണ്ടിട്ടുണ്ട്, അണ്ണന്റെ കൃതാവും ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ണാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണന്റെ അടുത്ത്. അണ്ണനെ നമ്മളെ മലർ ടീച്ചറിന്റെ പുറകെ എന്നവളെ പാടിക്കൊണ്ട് നടന്നില്ലേ? അപ്പഴ് രായിച്ചമ്പളെ വന്ന് എന്റെ അടുത്ത് പാടിയിരുന്നെങ്കിലേ ഞാൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു അണ്ണാ. 2024 ഞാൻ മാറി നിക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ വാക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ. നല്ലതാണ് മാറ്റങ്ങൾ, എന്തുകൊണ്ടും നല്ലതാണ്. പണ്ടത്തെ പോലെ അബദ്ധങ്ങളിൽ ഒന്നും ചെന്ന് ചാടരുത് കേട്ടല്ലോ. അളിയ 2 വർഷം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി, പിന്നെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടേ ഇല്ല. നമ്മളെ കല്യാണം കഴിച്ച അബദ്ധം. അണ്ണാ എന്തര്? ചന്ദ്രി, നമ്മള് മാറി അണ്ണാ. എന്തര് അളിയാ? ഈ 2024 വയ്ക്കാട് പണിക്കൊന്നും പോയി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെയാണ് ഞാൻ പറയട്ടെ, കൃഷി ചെയ്യൂ. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം. അയ്യോ, കൃഷിപ്പണി ചെയ്യാൻ വേണ്ടിട്ട് ആ പള്ളിയിലപ്പുറത്ത് മതിലിന്റെ അപ്പുറത്ത് 5 ഏക്കർ ഞാൻ പാട്ടത്തിനെടുത്ത് പണി ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോ മതിൽ എഴുതി വെച്ചെടുക്കണ്, വിതച്ചതേ കൊയ്യുള്ളെന്ന്. വിതച്ചത് കൊയ്തിട്ട് എന്തൊരു ലാഭം കിട്ടണ്ടേ കൃഷി ചെയ്താ? അത് ബൈബിൾ വചനമാണ്. അണ്ണ കണ്ടല്ല, ഇങ്ങേർക്ക് ഒരു ദൈവ വിചാരവും ഇല്ല, വിശ്വാസവും ഇല്ല, ഭയവും ഇല്ല. അണ്ണ ആര് പറഞ്ഞു? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2024 നിങ്ങളടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടെ നിങ്ങളടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണോ അതോ നിങ്ങൾക്ക് പൈസ വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊരു പറയും? എനിക്ക് കുഞ്ഞുങ്ങൾ വേണോന്ന് പറയും. അപ്പൊ സ്നേഹമുണ്ട് എന്റെ അടുത്ത്. അല്ലെങ്കിൽ കാര്യം മനസ്സിലായ? പൈസ വേണമെന്ന് പറഞ്ഞാൽ അവള് പിന്നെയും വേണോന്ന് പറയും. പിള്ളേരാകുമ്പോ 2 കണ്ടടാ, ഇങ്ങേര് മാറൂല അണ്ണാ. ഇങ്ങേരിക്ക് ഒരു മാറ്റവും വരൂല. 2024 അല്ല 27 ആയാലും ഇങ്ങേര് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. എന്ന ദൈവവിശ്വാസവും ഭയവും ഒക്കെ നമുക്ക് വേണം ജീവിക്കാൻ. കാണുന്നവർക്കെല്ലാം മനസ്സിലാക്കണം ആരൊക്കെയാണ് ദൈവവിശ്വാസവും ഭയവും ഒക്കെ ഉള്ളതെന്ന്. എനിക്ക് നന്നായിട്ടുണ്ട്.
ദൈവം പ്രത്യക്ഷപ്പെടുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാന്നേ? നീ പോയാണ് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാം. പക്ഷെ എനിക്ക് ഉണ്ടായെണ്ണ. ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കുമ്പോണ്ടല്ല, ആ പന്തലിൽ കയറി ഇരുന്നപ്പോഴേ ഇങ്ങനെ കയ്യിൽ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ കൊടുത്തപ്പോണ്ടല്ലോ അണ്ണ, ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇങ്ങനെ എനിക്ക് സ്വർഗം കാണിച്ചു തന്നാ. സ്വർഗം ദൈവം എന്തൊരു പന്തിപ്പശോളിയാ കാണിച്ചു കൊടുത്തത്. ഒരേ സമയം ഒരാൾക്ക് സ്വർഗവും ഒരാൾക്ക് നരകവും കാണിച്ചു. കണ്ട്രാക്കിനെ വിളിക്കാം. അളിയാ ഒരു മിനിറ്റ്, കണ്ട്രാക്കിനെ വിളിച്ചോട്ടെ. നാളെ ഉത്തമൻ കണ്ട്രാക്ക്, നാളെ എവിടെ പണിക്ക് വരണം? മഞ്ചവളാകത്ത് വരണോ ധനുവച്ചപുരത്ത് വരണോ? മഞ്ചവളകം ആണാ? അപ്പൊ 7 മണിക്ക് വന്നാ മതിയാ? മതി. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ടേ. എന്തര്? നമ്മളിവിടെ ബംഗാളിക്കൊക്കെ 650 രൂപ ശമ്പളം കൊടുക്കുന്നത്. 650 രൂപ ഓക്കെ ആണല്ലോ? മതി, 650 ഓക്കെയാണ്. എന്തരണ്ണാ ഈ ബംഗാളിയൊക്കെ 650 രൂപ മൈക്കാടിന് ശമ്പളം ഉള്ളു. അതുകൊണ്ട് 650 രൂപ കൂലിയുള്ളെന്ന് പ്രശ്നമുണ്ടാ? അത് കുറവാണ്. അത് സത്യം പറഞ്ഞ 650 രൂപ കുറവാണ് അല്ലേ പ്രജോട്ടാ? 650 കുറവാണ്. ചങ്ങനാശ്ശേരിയിലൊക്കെ 750 ഒക്കെ വേണ്ടി. അപ്പൊ അവിടെ പണിക്ക് വന്നാൽ 750 ഒക്കെ കിട്ടും. 750 രൂപ. അല്ല, അവിടെ 750 ഉള്ളത്. പക്ഷെ പറവൂരൊക്കെ 900 രൂപ ഉണ്ട് കേട്ടോ. നമ്മളവിടെ 1000 രൂപ ഉണ്ട്. ഉണ്ടല്ലേ? തന്നെ ഫോർട്ട് കൊച്ചിയിൽ 1000 ഉണ്ടെന്ന്. 1000 ഉണ്ടോ? അപ്പോ അണ്ണാ വിളിക്കുന്നേ, അങ്ങനെ വിളിച്ച് 2 പറഞ്ഞു വെച്ചോടിക്കും. അപ്പൊ ഉത്തമ എന്നെ തേച്ചതാ? വിളിക്കും നിങ്ങൾ. എടാ ഉത്തമ, ഞാൻ എന്നെ പൊട്ടനാ എന്റെ 650 രൂപ കൊണ്ട് കുഞ്ഞമ്മ ചിറ്റപ്പനെ കൊണ്ട് പണിക്ക് വെയ്യാ മതി. എനിക്ക് ഇവിടെ 1000 രൂപ പണി കിട്ടി. നീ അങ്ങ് വെയ്യാ മതി കേട്ടാ. പണി ഉണ്ടാക്കാൻ വിളിച്ചേക്കണ്. അത് പറയണ്ടേ ചന്ദ്രി? പിന്നെ പറയണ്ടേ? അത് പിന്നെ അത് തന്നെ. രാവിലെ വരട്ടാ. ഫോർട്ടിൽ എവിടെ വരണം ഈ 1000 രൂപയ്ക്കുള്ള പണിക്ക്? ഹലോ, അവിടെ പണി, അവിടെ പണിയൊന്നുമില്ല, വെറുതെ പറഞ്ഞാണത്. അവിടെ പണിയില്ലെന്നാ അണ്ണൻ തരൂ. അണ്ണൻ അവിടെ 1000 വേണ്ട, 900 രൂപയ്ക്കുള്ള 900 രൂപയ്ക്ക്. അല്ല, ഞാൻ പറവൂര് വന്ന് അവിടെ നിക്കത്തേ ഉള്ളു. പൈസ ഞാൻ പൈസ 900 രൂപ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അത്ര ഒന്നും കിട്ടാറില്ല. അല്ലെങ്കിൽ അങ്ങനെ ബിജുക്കുട്ടൻ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണാ. നമുക്ക് പ്രചോദനം മതി. 750 രൂപയ്ക്ക് വരട്ടാളിയാ? അല്ല, അത് ഞാനവിടെ പണിക്ക് ചങ്ങനാശ്ശേരിയിൽ അത്ര മേടിക്കുന്നുള്ളൂ പറഞ്ഞത്. അല്ലാതെ പണിക്ക് നിങ്ങൾ വേണം നല്ല പറയുന്നത്. ആ കോൺട്രാക്ടറിനെ ഒന്ന് വിളിച്ചു. കണ്ട്രാക്കേ, എന്താ ഞാനേ നാളെ ധനുവച്ചപുരത്ത് വരണോ മഞ്ചവളാകത്ത് വരണോ? നീ ഒരിടത്തും വരണ്ട. അല്ല, പണിക്ക് വരണ്ടേ? അപ്പം എന്തിന് എന്നെ ഇത്രയും വിളിയും വിളിച്ചിട്ട് ഇനി നിന്നെ ഞാൻ പണിക്ക് വിളിക്കണോടാ? ഒരു കാര്യം മനസ്സിലായി. 2024 അല്ലെ 25 നമ്മൾ നന്നാവണോന്ന് വിചാരിച്ചാൽ ഈ സമൂഹം നമ്മളെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നന്നാവണമെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കണം. അല്ല സമൂഹമൊന്നും നമുക്ക് ഒന്നും കൊണ്ട് തരുമെന്നില്ലല്ലോ. സമൂഹം നമുക്ക് കൊണ്ട് തരുമല്ലേ? നമുക്ക് എന്തൊരു കൊണ്ട് തരും? സമൂഹ സദ്യ. അണ്ണാ, ഞാൻ നേരത്തെ ഒരു തീരുമാനം എടുത്തില്ല അണ്ണാ. 2024 അത് ഞാൻ അങ്ങ് മറക്കാണ് കേട്ടാ. ഇന്ന് ഞാൻ ഇങ്ങനെ തല്ലിക്കൊല്ലുകൊണ്ടാ. ഇറങ്ങി വെളിയില് പോ നിങ്ങള്. തോട്ടത്തിൽ പണിയുണ്ടാ?